നിങ്ങൾ വീട്ടിൽ പോയിട്ട് വാള് കഴിഞ്ഞ് പരിശോധിക്കുക. ഖുർആൻ ഇരിക്കുന്നത് എങ്ങനെയാണ്, എവിടെയാണ്, അതിന്റെ കടലാസുകളും മറ്റും പറഞ്ഞു പോന്നിട്ടുണ്ടോ? ഒട്ടിച്ച് വെച്ചൊരു ബഹുമാനം അതിന് കൊടുക്കണം, നല്ലവണ്ണം പൊതിയിട്ട് കൊടുക്കണം, ഉയർന്ന സ്ഥലങ്ങളിൽ വെക്കണം. ഖുർആൻ ഇരിക്കുന്നിടത്ത് അവിടെ മറ്റു ഗ്ലാസുകൾ വേണ്ട, അവിടെ ടോർച്ച് വേണ്ട, തൊട്ടുരുമ്മി മൊബൈല് വേണ്ട, വേറെ ഏതെങ്കിലും മാക്രി സാധനങ്ങൾ വേണ്ട, പുതുമ നിറഞ്ഞ പൂവുകളോ അലങ്കാര വസ്തുക്കളോ വേണ്ട. ഖുർആൻ ഇരിക്കുന്നിടത്ത് ഖുർആൻ ഇരിക്കട്ടെ. ഖുർആൻ ഇരിക്കുന്നതിനോട് ചേർത്തിരിക്കാൻ പറ്റിയ ഒന്ന് അള്ളാഹുവിന്റെ ദുനിയാവിൽ വേറെയില്ല. ഖുർആനിനോടൊപ്പം ചേർത്തിരുത്തി വെക്കാൻ പറ്റിയത് എന്താണ്? ഖുർആനിലുള്ളത്, ദുനിയാവിലുള്ളത്. എന്താ സഹോദരൻ എങ്ങനെ ഉള്ളത്? ആ ഖുർആനിന്റെ മേലെയാണോ നമ്മുടെ മൊബൈൽ വെക്കുന്നത്? ആ ഖുർആനിന്റെ മേലെയാണോ കണ്ണട വെക്കുന്നത്? നീ എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും നിന്റെ കണ്ണടക്ക് പത്രത്തിന്റെ മേലെ വെക്കാം, ആ കണ്ണടക്ക് ബഹുമാനം ഉണ്ടാകും. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആനിന്റെ മേലെ കണ്ണട വെക്കരുത്, കണ്ണട കൂട് വെക്കരുത്, മൊബൈല് വെക്കരുത്, നിന്റെ വാച്ചയിച്ച് വെക്കരുത്. അതൊക്കെ തായോട്ട് വെക്കട്ടെ. കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ 2ാം ക്ലാസ്സിലെ കുട്ടി വീട്ടിലേക്ക് വരുമ്പോ, 3ാം ക്ലാസ്സിലെ കുട്ടി വീട്ടിലേക്ക് വരുമ്പോ, മുറ്റത്തിരിക്കുന്ന വരാന്തയിലിരിക്കുന്ന വീട്ടുമുഖത്തിരിക്കുന്ന ഉപ്പാപ്പ 10 ഹജ്ജ് ചെയ്ത ഉപ്പാപ്പയാണെങ്കിലും ബഹുമാനമുള്ളത് ആ കുട്ടിക്കാണ്. ആ കുട്ടിന്റെ കയ്യിൽ ഖുർആനാ. ഒന്ന് എഴുന്നേറ്റ് കൊടുക്കല് സുന്നത്താൻ. ആ കുട്ടി വരുന്നത് പത്രവുമായിട്ടാണെങ്കിൽ ആ ബഹുമാനുണ്ടോ? ആ കുട്ടി വരുന്നത് വേറെ എന്തെങ്കിലും മരുന്നുകളുമായിട്ടാണെങ്കിൽ ആ ബഹുമാനുണ്ടോ? ആ കുട്ടി വരുന്നത് പൂക്കളുമായിട്ടാണെങ്കിൽ ആ ബഹുമാനുണ്ടോ? ഖുർആന് പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന ആള് എത്ര ഇൽമു കുറഞ്ഞ ആളാണെങ്കിലും ഖുർആന് കയ്യിലുണ്ടാകുമ്പോ നമ്മളൊന്ന് എഴുന്നേറ്റ് കൊടുക്കല് സുന്നത്തായി വന്നില്ലേ? എന്തൊരു ബഹുമാനമാണ്! ഒന്നുകൂടി പറയട്ടെ, ആ ഖുർആൻ ഇരിക്കുന്ന വീട്ടിലാണോ അപശബ്ദങ്ങൾ മുഴങ്ങുന്നത്? നഊദു ബില്ലാഹ്. ആ ഖുർആൻ ഇരിക്കുന്ന വീട്ടിലാണോ മ്യൂസിക്കുകൾ മുഴങ്ങുന്നത്? നഊദു ബില്ലാഹ്. വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ശിഷ്യന്മാര് ചോദിച്ചില്ലേ, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചിലരുണ്ട് യശ്തരി ലഹ്വൽ ഹദീസ്, വിനോദ വർത്തമാന ഉപകരണങ്ങൾ അവര് കാശ് കൊടുത്തു വാങ്ങും. യശ്തരി ലഹ്വൽ ഹദീസ്, വാർത്താ മീഡിയകൾ കാണുന്നതിനും കേൾക്കുന്നതിനുമുള്ള ഉപകരണങ്ങൾ അവര് വാങ്ങും. ലിയുദില്ല അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി. ചോദിക്കുന്നു ശിഷ്യന്മാര്, അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്താദേ? ഇബ്നു അബ്ബാസ് തങ്ങളെ മറുപടി എത്ര കൃത്യമാണ്. ഖുർആനോത്ത് മുടക്കല. ഉപകരണങ്ങൾ ഖുർആനോത്ത് മുടക്കിയ അത്ര ഖുർആനോത്ത് മുടക്കിയ എന്തെങ്കിലും നമ്മളെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഒന്ന് പറയൂ. ഈ മൊബൈൽ കൊണ്ട് ഖുർആൻ മുടങ്ങിയതുപോലെ, ഖുർആനോത്ത് മുടങ്ങിയതുപോലെ വേറെ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഖുർആനോത്ത് മുടങ്ങിയിട്ടുണ്ടോ? രാവിലെ നിൽക്കുമ്പോഴേക്ക് റുക്കൂയിലും സുജൂദിലുമായി അതിനങ്ങിരിക്കുന്ന മനുഷ്യൻ 10 മണിയായാലും അവന് പ്രശ്നമില്ല, 12 മണിയായാലും പ്രശ്നമില്ല. അവനവന്റെ ശ്രവണപുടങ്ങളിലേക്ക് ഉപകരണങ്ങൾ കുത്തിത്തിരികയിട്ട് 24 മണിക്കൂറും സംഗീതങ്ങളുടെ വിളയാട്ടവുമായി നടന്നാൽ, കോമഡികളുടെ അഭിരുചിമയുമായി നടന്നാൽ, സിനിമയുടെയും നാടകങ്ങളുടെയും കൂത്തരങ്ങുമായി നടന്നാൽ, ഒരു മടുപ്പുമില്ലാത്ത മനുഷ്യന് മുടങ്ങിപ്പോയതെന്താ? അല്ലാഹുവിന്റെ ഖുർആനോത്ത് തന്നെ. എന്റെ ഭാഷയല്ല ഞാൻ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് ശിഷ്യന്മാര് ചോദിച്ചതാണ്. വിനോദ വാർത്താ ഉപകരണങ്ങൾ വാങ്ങുമ്പോ അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് മറ്റുള്ളവരെ തെറ്റിക്കുക എന്ന് പറഞ്ഞല്ലോ, എന്താണ്? അന്ന് വരെ വീട്ടിൽ ഖുർആനോതിയിരുന്ന ഉമ്മമാര് ഖുർആനോത്തി എത്ര നിർത്തിപ്പോയി. പ്രായമുള്ളവരുടെ കയ്യിൽ ഒരു പക്ഷേ ഉപകരണങ്ങൾ വരുന്നതിന്റെ മുമ്പ് 1 മാസം ഒരു ഖത്മ് തീർത്തിരുന്നത് ഉപകരണങ്ങൾ വന്നപ്പോൾ ഒരു ജുസ് പോലും ആകാതെ വന്നുപോയി.
കഴിഞ്ഞല്ലോ ഉസ്താദെ, ഒരാൾ പറഞ്ഞു കഴിഞ്ഞ കൊല്ലം 12 മാസത്തിൽ 12 ഖത്മ് തീർക്കാൻ കഴിഞ്ഞിരുന്നു, അൽഹംദുലില്ലാ. ഇക്കൊല്ലം ഒന്നും തീർക്കാൻ പറ്റിയില്ല. എന്തേ കാരണം? മരിയോന്. ഇവിടെ മരിയോന് എന്ന് പറഞ്ഞാൽ ആരാ? ചില നാട്ടിൽ മരിയോന്ന് പറഞ്ഞ പങ്ങളെ മോന് പറയും. ഇവിടെ ആരാ? ഇവിടെ എല്ലാവർക്കും മരിയോന്ന് അറിയോ? മോളെ ഭർത്താവിനല്ലേ? ആ മരിയോന്ന് തന്നെ ഉദ്ദേശിച്ചത്. മോളെ ഭർത്താവ് വലിയ സ്നേഹമുള്ള ആളാണ്. വലിയ സ്നേഹമുള്ള ആളെന്നെ, കുഴപ്പമൊന്നുമില്ല, സ്നേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അയാൾ ആദ്യമായിട്ടൊന്ന് ദുബായിൽ പോകുന്നതോട് ഞാൻ എതിരല്ല കേട്ടോ, ഒരു ഉദാഹരണം പറഞ്ഞു. ദുബായിൽ പോയി വന്നപ്പോ ഞാനല്ലേ അയാൾ അമ്മോശം കാക്ക എന്ന നിലക്ക് എനിക്കൊരു 25,000 റുപ്യന്റെ ഒരു മൊബൈൽ തന്നു. ഞാൻ അതിങ്ങനെ പരിശോധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇക്കൊല്ലം 10 മാസമായിട്ട് ഒരു ജുസു പോലും ഓതാൻ പറ്റിയില്ല. അത്ര വലിയ മഹത്ത. അതാണ് നേരത്തെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, ലിയുദില്ലാൻ സബീലില്ലാഹി ബിഗൈരി ഇൽം. ശരിയല്ലേ പറയുന്നത്? ശരിയല്ലേ? ബോധ്യപ്പെടുന്നില്ലേ? ബോധ്യപ്പെടുന്നുണ്ട്. കൃത്യല്ലേ സഹോദരങ്ങളെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്? ബഹുമാനക്കേടാണത്. ആ ഖുർആന് കെട്ടിയിട്ടിരിക്കുന്ന, വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഖുർആനില്ലേ, നാളെ ആഖിറത്തിൽ പറയും. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അതിന്റെ തഫ്സീറിൽ കാണാം, ഇസ്മായിലുൽ ഹിഖീ തങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ് കാണാം. നാളെ ഖുർആൻ ആഖിറത്തിൽ പ്രതികൂല സാക്ഷിയായി വരും. എന്നിട്ട് ഖുർആൻ പറയും, ഇവൻ എന്റെ വീട്ടിൽ, അവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് 10 വർഷം എന്നെ പൂട്ടിയിട്ടു, ഒരു ജുസ് പോലും ഓതിയിട്ടില്ല. ഒരു മാസം ഓരോ ജുസ് ഓതിയിട്ട് ഒരു ഖത്മ് തീർക്കേണ്ടവൻ റമദാനിന് വേണ്ടി എന്നെ നീട്ടിവെച്ചുപോയി. ഉപ്പ മരിക്കുന്നത് വരെ എന്നെ നീട്ടിവെച്ചുപോയി. ഉപ്പ മരിച്ചിട്ടും ഈ ഖുർആനിൽ അവനല്ല ഓതിയത്, മുതല്ലിമീങ്ങൾ വന്നാ ഓതിയത്, നാട്ടുകാര് വന്നാ ഓതിയത്. അവനെപ്പോഴും മിമിക്രിയില. എന്നെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചു, പക്ഷെ എന്നെ പരിപാലിച്ചില്ല, എന്നെ നോക്കിയില്ല, എന്നെ ഒന്ന് തൊട്ടു നോക്കിയില്ല. ഒന്നുകൂടി ഞാൻ ആ കൂട്ടത്തിൽ പറയട്ടെ, മുസഹഫ് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ, വീട്ടിലാകട്ടെ പള്ളിയിലാകട്ടെ, മുസഹഫ് നോക്കി ഓതുന്ന ബഹുമാനം മൊബൈൽ നോക്കി ഓതുന്നതിന് ലഭിക്കൂല. അങ്ങനെയല്ലോ ഉസ്താദെ? മുസഹഫ് ഉള്ളിടത്ത് മുസഹഫല്ലേ നോക്കണ്ടേ? അല്ലേ? നമ്മളെ മടിയാണത്. ഒന്ന് പൊന്തിച്ചുകൊണ്ടൊരു ഖുർആൻ എടുക്കാനുള്ള മടി. എന്തോ ഒരു ഊരവേദന നമുക്ക്. അല്ല, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പാപ്പാര് പിന്നെ വഖഫാക്കി മുസാഫ് എത്ര ഉണ്ട് ഇവിടെ അല്ലെ? ആയിരക്കണക്കിന് മുസാഫില്ലേ? എന്നാണ് ഓതുക? എല്ലാരും കൂടി മരിച്ചിട്ട് അന്ന് ഖത്വദാനോ? മൊബൈലിൽ നോക്കിയിട്ടല്ല മുസാഫ് ഇരിക്കുന്നിടത്ത് ഓതർ. യാത്രയിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷെ കൂടെ കൊണ്ടു നടക്കാൻ സൗകര്യപ്പെട്ടില്ലെന്ന് വരും. അപ്പൊ നമുക്കൊന്ന് ഓതാനൊക്കെ സുഖാണ്. പിന്നെ ഒരു മരിച്ചെടുത്തൊരു 10,000 ആൾക്കാർ കൂടുമ്പോ എല്ലാവർക്കും ഒന്നും മുസാഫ് തരാൻ കിട്ടിയില്ല എന്ന് വരും. അപ്പൊ യാസീനൊക്കെ ഒന്ന് തെറ്റുകൂടാതെ ഓതാൻ സൗകര്യമാണ്. അതിനൊക്കെ സൗകര്യങ്ങളാണ്, അതൊന്നും എതിരില്ല. പക്ഷെ പള്ളിയിൽ വന്നിട്ട് നേരെ കാണുന്നിടത്ത് തന്നെ മുസാഫ് അൽക്കഫ് ഉണ്ടാകുമ്പോ ഇതിങ്ങനെ മറിക്കേണ്ട ആവശ്യമുണ്ട്. മുസാഫ് എടുത്ത് നോക്കിയാ പോരാ. മുസാഫിൽ നോക്കുക എന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ? ഇതല്ല മുസാഫ്, ഇത് മജ്മുഅത്ത് കുത്തുബാണ്. ഇതിൽ പലതുണ്ട് അല്ലെ? മാലുണ്ട്, മൗലിദുണ്ട്, പത്രങ്ങളുണ്ട്, വാർത്ത ഉണ്ട്, അഡ്രസ് ഉണ്ട്, നമ്പറുകളുണ്ട് അല്ലെ? എല്ലാം ഒരുമിച്ച് കൂടിയതല്ലേ ഇത്? മുസാഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ. മുസാഫ് എന്ന് പറഞ്ഞാല് ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ മാത്രമുള്ള ഖുർആന്റെ പ്രതി കണ്ടില്ലേ? അതാണ് മുസാഫ്. അതിലേക്ക് നോക്കണ്ടേ? അതിലേക്ക് നോക്കിയിട്ട് നമ്മളെ കണ്ണിനൊക്കെ ബഹുമാനം കിട്ടണം. ഖുർആനിലേക്കൊക്കെ നോക്കിയിട്ട് ഖുർആനൊക്കെ എഴുതി വെച്ച്, അന്നൊന്നും ഓല കാലത്ത് ഖുർആനില്ല, എഴുതി വെച്ച എല്ലിലും തോലിലും ഖുർആൻ നോക്കിയിട്ട് ഓതിയ മഹാനല്ലേ ബഹുമാനപ്പെട്ട ഹുബൈബ് ബിൻ അദിയ് റളിയല്ലാഹു അൻഹു. തടവിലായ സമയത്ത് മക്കയില് എന്താണ് ഹുബൈബ് ബിൻ അദിയ് തങ്ങളെ പണി? ഹാരിത്തിന്റെ മകൾ സൈനബ് പറഞ്ഞു, എന്താ പണി? ആ പെണ്ണ് പറഞ്ഞു, മാ റഅയ്തു അസീറൻ ഖത്തു ഖൈറൻ മിൻ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു അൻഹു പോലെ നല്ലൊരു തടവുകാരനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒഴിഞ്ഞിരിക്കുമ്പോ ആ വീട്ടില് എന്നെ അറസ്റ്റ് ചെയ്തല്ലോ എന്നുള്ള വ്യഥയല്ല, ഖുർആനോദയാണ്. എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞു, മക്കയിൽ എവിടെയും മുന്തിരി ഇല്ലാത്ത കാലം, മുന്തിരിക്കുല കയ്യിൽ പിടിച്ചുകൊണ്ട് ഭക്ഷിക്കുന്നത് കണ്ടു. മക്കയിൽ എന്നൊരു തോട്ടത്തിലും മുന്തിരിയില്ല. അത് ഹുബൈബ് തങ്ങൾക്ക് അള്ളാഹു കൊടുത്തൊരു പ്രത്യേക ഭക്ഷണമാണ്. കനിയില്ല ആ കാലം കനിയെ കൊടുത്തോവർ, കരിഞ്ഞാമരത്തിന്മേൽ കായാ നിറച്ചോവർ.
മുന്തിരിയില്ലാത്ത കാലത്താണ് മുന്തിരിയും പിടിച്ച് ഭക്ഷിക്കുന്നത്. എന്റെ ബഹുമാനം ഒഴിവുള്ള സമയമൊക്കെ ഖുർആനോത്തിലാണ്. എന്നെ തടയപ്പെട്ടു പോയി എന്ന വിഷമമില്ല, ഞാനിവിടെ വീട്ടു തടങ്കലിലായി എന്ന ബുദ്ധിമുട്ടില്ല. ഭക്ഷണം അല്ല സെപ്പറേറ്റ് കൊടുക്കുന്നു, ഖുർആനോതുന്നു. കഴുമരത്തിലേറ്റിയ ആ ശരീരം 40 ദിവസം കഴിഞ്ഞിട്ടല്ലേ മദീനത്തുനിന്ന് പോയി സ്വഹാബിമാര് ഇറക്കി വെക്കുന്നത്. കണ്ണ് പോയിട്ടുണ്ടോ? ഇല്ല. രോമം പോയിട്ടുണ്ടോ? ഇല്ല. നഖം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. യാതൊരു ഭേദഗതിയും വന്നിട്ടില്ല. എന്തേ ആ ബഹുമാനം? അവരേറ്റവും ബഹുമാനം കൊണ്ടത് ഖുർആൻ കൊണ്ട് തന്നെ. അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വഖാസ്സതുഹു. ഖുർആനിന്റെ ആളുകൾ അല്ലാഹുവിന്റെ ആളുകളാണ്. വഖാസ്സതുഹു, അല്ലാഹുവിന്റെ സ്പെഷ്യൽ ആളുകളാണ്, അല്ലാഹുവിന്റെ പ്രത്യേകക്കാരാണ്. അവർക്ക് ബഹുമാനം കൊടുക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ കൊണ്ട് ഇവിടെയും ബഹുമാനം കിട്ടണം, പരലോകത്തും ബഹുമാനം കിട്ടണം. 2 ലോകത്തും ബഹുമാനത്തിന് അല്ലാഹു തന്ന ഖുർആന് നമ്മളല്ലേ ഖുർആൻ കൊണ്ട് ബഹുമാനം സ്വീകരിക്കേണ്ടത്. അതിനാദ്യത്തെ വിഷയമാണ് ഞാൻ പറഞ്ഞത്. ഖുർആൻ നല്ല ഭദ്രമായി സൂക്ഷിക്കണം. രണ്ടാമത്തെ ഒന്ന്, ആ ഖുർആനിരിക്കുന്ന വീട്ടിൽ അപശബ്ദങ്ങൾ മുഴങ്ങരുത്. ഖുർആൻ നാളെ ആഖിറത്തിൽ എതിരായി സാക്ഷി നിൽക്കും. അപശബ്ദങ്ങൾ മുഴങ്ങരുത്. ആ ഖുർആനുള്ള വീട്ടിൽ തെറിപ്പൂരങ്ങൾ ഉയരരുത്. ആ ഖുർആനിരിക്കുന്ന വീട്ടിൽ നല്ല അച്ചടക്കം വേണം, നല്ല ബഹുമാനം വേണം. കാരണം അവിടെ ഖുർആനുണ്ടേ. ഖുർആനുള്ളത് കൊണ്ട് ബഹുമാനമാണ്. ഖുർആനുള്ളത് കൊണ്ട് വലിയ ബഹുമാനം സ്വീകരിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന വിശുദ്ധമായ മദീന, ആ മദീനയുടെ മദീന പള്ളിയിൽ ദർസ് നടത്തുന്ന ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് ഭരണാധികാരിയായ അബൂ ജാഫർ ഉറക്ക ശബ്ദിച്ചപ്പോ മാലിക് ഇമാം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ഇവിടെ അന്തിയുറങ്ങുന്നത് ആരാണെന്ന്? ശബ്ദം പതുക്കെയാക്കി സംസാരിക്കൂ. നിങ്ങൾ രാജാവാണെങ്കിലും അല്ലെങ്കിലും എനിക്കെന്താണ്? നിയമമല്ലേ ഞാൻ പറഞ്ഞു തരേണ്ടത്? ശബ്ദം പതുക്കെയാക്കി സംസാരിക്കൂ. ബഹുമാനത്തിനൊരു കുറവുണ്ടാകരുത്. ആർക്കുള്ള ബഹുമാനം? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സൃഷ്ടികളിൽ അല്ലാഹു ഏറ്റവും ബഹുമാനം നൽകിയതാണ്. ഖുർആൻ സൃഷ്ടിയല്ലല്ലോ, അല്ലാഹുവിന്റെ ഖദീമായ കലാമല്ലേ. ആ കലാം ഇരിക്കുന്നിടത്ത് എങ്ങനെ സഹോദരങ്ങളെ ശബ്ദതരംഗങ്ങൾ മുഴങ്ങുന്നത്, മ്യൂസിക്കുകൾ മുഴങ്ങുന്നത് എങ്ങനെയാണ്? കുടുംബക്കാര് മൊത്തം കൂടിയിട്ട് ബഹളം വെക്കുന്നത് എങ്ങനെയാണ്? അവിടെ ഖുർആനില്ലേ? ഖുർആനുള്ള വീട്ടിന് ബഹുമാനമില്ലേ? നമ്മളെ വീട്ടിനൊന്നും എന്താ ബഹുമാനം കിട്ടാത്തത്? ബഹുമാനം കൊടുക്കാത്തത് കൊണ്ടാണ്. ഖുർആനുള്ള വീട്ടിന് നല്ല ബഹുമാനമുണ്ട്. അതുകൊണ്ട് അച്ചടക്കത്തോടെയാണ് ആ വീട്ടുകാര് താമസിക്കേണ്ടത്. മ്യൂസിക്കിന്റെ ശബ്ദതരംഗങ്ങൾ അവിടെ മുഴങ്ങരുത്. നിങ്ങൾ അഥവാ ട്യൂണ് വെക്കുകയാണെങ്കിൽ ഏതെങ്കിലും മദ്ഹോ സ്വലാത്തോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ട്യൂണുകളോ വെച്ചോളൂ. മ്യൂസിക് ആ വീട്ടിൽ നിന്ന് മുഴങ്ങരുത്. അവിടെ ഖുർആനുണ്ട്. അപശബ്ദങ്ങൾ ഉണ്ടാക്കരുത്. ആരോട് ശബ്ദിക്കുന്നതിനും ഒരു പരിധിയും പരിമിതിയും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ഖുർആൻ ഓത്തിന്റെ ഇടയിൽ ശബ്ദിക്കാൻ പറ്റുമോ? ഇല്ല. ഭൗതിക സംസാരങ്ങൾ പറയാൻ പറ്റുമോ? ഇല്ല. ഖുർആൻ കേൾക്കുമ്പോ ശബ്ദിക്കുക എന്നുള്ള സ്വഭാവം അത് മുസ്ലിമിന്റെ സ്വഭാവമല്ല, അതേ മുസ്ലിം അല്ലാത്തവരെ സ്വഭാവമാണ്. വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. ഖുർആൻ ഓതുമ്പോ അപശബ്ദം ഉണ്ടാക്കണം. ഖുർആൻ ഓതുമ്പോ നിങ്ങൾ അത് കേൾക്കാത്ത രൂപത്തിൽ ശബ്ദിക്കണം എന്ന് ലോകത്ത് പ്രസ്താവിച്ചവരാരാണ്? വഖാലല്ലദീന കഫറൂ. സത്യനിഷേധികളാണ് ലോകത്ത് അങ്ങനെ പറഞ്ഞത്. കാരണം ഖുർആൻ കേട്ടിട്ട് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ഒഴുകുമ്പോ ഇതവർക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പൊ അവർ ചെയ്ത പണിയാണ് ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. അഥവാ കേൾക്കാൻ നിർബന്ധിതരായിപ്പോയ എന്ത് ചെയ്യണം? വൽഗൗ ഫീ. അവിടെ അപശബ്ദങ്ങൾ ഉണ്ടാക്കണം, ഒച്ചപ്പാടുണ്ടാക്കുക. എന്നാ പിന്നെ കേൾക്കൂലല്ലോ, കേട്ടാലല്ലേ കുടുങ്ങുള്ളൂ. കണ്ടാ, അത് അവരുടെ ഭാഷയാണ്. നമുക്കത് പറ്റൂല. ഉസ്താദേ, നമ്മളെ വീട്ടിൽ ഖുർആനൊക്കെ ഇഷ്ടം പോലുണ്ട്, പക്ഷെ റഹ്മത്തും ബർക്കത്തും എങ്ങനെ ഉണ്ടാകും? ഈ ബഹുമാനം സ്വീകരിക്കണ്ടേ?
ഈ ബഹുമാനം വേണ്ടേ നമുക്ക്? നല്ലോണം ബഹുമാനം വേണ്ടേ? ഖുർആൻ ഓതുന്നതിന്, ഖുർആനിന്റെ തഫ്സീർ എഴുതുന്നതിന് മഹാന്മാരൊക്കെ സൂക്ഷിച്ച ബഹുമാനം എത്ര വലുതാ. വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ എഴുതുന്നതിന് എപ്പോഴും ഉളൂഓടുകൂടെ, ഉളൂ മുറിഞ്ഞു പോയാൽ എഴുത്തവിടെ നിർത്തിയിട്ട് ഉളൂ എടുത്ത് വന്നിട്ട് തഫ്സീർ എഴുതിയെങ്കിൽ ഖുർആനിന്റെ തഫ്സീറാണ്. അപ്പൊ ഖുർആനുള്ള ബഹുമാനം എത്രയാണ്? ഖുർആനുള്ള ബഹുമാനം ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധിയുള്ളവരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല. കൈമാറ്റം ചെയ്തു വന്നവർ മുഴുവനും മുതഹ്ഹിരീങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ത്വഹാറത്തുള്ളവർക്കല്ലാതെ തൊടാൻ പറ്റൂലല്ലോ. ജനാബത്തുള്ള ആളുകൾക്ക് ഓതാൻ പറ്റൂലല്ലോ, തൊടാൻ പറ്റൂലല്ലോ. ഇത്തരത്തിൽ അള്ളാഹു ബഹുമാനം നൽകിയിരിക്കുന്നത് വേറെ എന്തിനാണ്? അള്ളാഹുവിന്റെ കലാമിനല്ലേ ആ ബഹുമാനമുള്ളത്. കുട്ടികളോട്, വീട്ടിലുള്ള ചെറിയ കുട്ടികളോട് ഉമ്മമാരെ, 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് മോളെ ഉമ്മാന്റെ ഖുർആനൊന്ന് ഇങ്ങെടുക്കുക എന്ന് പറയുമ്പോ തുളു ഇല്ലാത്ത കുട്ടി, തെമ്മീജെത്തിയ കുട്ടി, കുട്ടിയുടെ പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു പക്ഷേ കുട്ടിക്ക് അങ്ങനെ ഖുർആൻ എടുത്ത് ഓതാം. നമുക്ക് ഓതാൻ വേണ്ടിയിട്ട് ആ കുട്ടിനെ കൊണ്ട് മുസഹഫ് എടുപ്പിക്കരുത്. അത് ബഹുമാനത്തിന് എതിരാണ്. സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആനിലേക്ക് ഇങ്ങനെ തലതായിത്തിയിരിക്കണമെന്നല്ലേ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്തൊരു ബഹുമാനമാണ്! ഖുർആനിലേക്ക് ഉമിനീര് തെറിപ്പിക്കാൻ പാടില്ല. ഉമിനീര് കയ്യിൽ തൊട്ടുകൊണ്ട് ഖുർആനിന്റെ പേജ് മറിക്കാൻ പാടില്ല. അഥവാ ഉളൂ മുറിഞ്ഞു പോയാൽ പിന്നെ നീ ഉളൂ എടുത്ത് വന്നിട്ടല്ലേ ഖുർആന് തൊടാൻ പറ്റൂ. ഉളൂ ഇല്ലാത്തവർക്ക് ഇത് തൊടാൻ പറ്റൂലല്ലോ. എന്തൊരു ബഹുമാനമാണ് അല്ലാഹു തആല ഖുർആന് നൽകിയത്. ചെറിയ ബഹുമാനമല്ല. വിശുദ്ധ റമളാൻ ശരീഫ് വരുന്നതിന്റെ മുമ്പ് തന്നെ ഖുർആനുമായി നമ്മൾ വലിയ ബന്ധം പുലർത്തണം. ഖുർആൻ എപ്പോഴും ബഹുമാനത്തിന് അല്ലാഹു നമുക്ക് നൽകിയതാണ്. മഹാന്മാര് ഖുർആൻ കൊണ്ട് ബഹുമാനം സ്വീകരിച്ചു. ഈ ലോകത്തെ ബഹുമാനം അവർക്ക് ഖുർആൻ കൊണ്ട് സമ്പാദ്യങ്ങൾ കിട്ടിയോ? കിട്ടി. വലിയ ബഹുമാനമല്ലേ ആ മഹാന്മാർക്ക് കിട്ടിയത്. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ഖുർആനിന്റെ ബഹുമാനം ഉദ്ധരിച്ചപ്പോ ഫാത്തിഹത്തുൽ കിതാബിന്റെ ബഹുമാനം മഹാൻ അവർകൾ പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് എത്ര വലിയ ബഹുമാനമുണ്ട്. അല്ലാഹു തആല പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഭൂമി ലോകത്ത് ഭൗതികന്മാരായ ആളുകൾക്ക് ഇഷ്ടം പോലെ സമ്പത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും, സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും, അവർക്ക് കൊടുത്തതിനേക്കാളും വലുത് തങ്ങൾക്ക് തന്നിട്ടുണ്ട്. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. ഖുർആനുൽ അദീം എന്ന് പേരുള്ള ഒരു സൂറത്തുണ്ട് ഖുർആനിൽ. അത് സൂറത്തുൽ ഫാത്തിഹയാണ്. സബ്അൻ മിനൽ മസാനി എന്നല്ലേ അതിനെ പറ്റി പറയുന്നത്. അഥവാ ആവർത്തനം 2 പ്രാവശ്യം നടന്ന സൂറത്ത്. ഒന്നുകിൽ അങ്ങനെ അർത്ഥമുണ്ട്, അതല്ലെങ്കിലോ എന്നെന്നും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന സൂറത്ത്. നിസ്കരിക്കുമ്പോ ഫർള് നിസ്കാരങ്ങളിലായിട്ട് തന്നെ 17 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നില്ലേ? സുന്നത്ത് നിസ്കാരത്തിൽ വേറെയും ഓതുന്നില്ലേ? വേറെ ചില സംഗതികൾക്കൊക്കെ സൂറത്തുൽ ഫാത്തിഹ എത്ര ഓതുന്നുണ്ട്. ഇത്ര ആവർത്തിക്കുന്ന ഒരു സൂറത്ത് ലോകത്ത് വേറെ ഇല്ലല്ലോ. നിർബന്ധമായി ആവർത്തിക്കാൻ പറഞ്ഞ സൂറത്തുൽ ഫാത്തിഹ വലിയ ബഹുമാനമുള്ള സംഗതിയാണ്. അല്ലാഹു തആല പറഞ്ഞു, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും. നബിയെ, അവരിൽ കുറെ ആളുകൾക്ക് നമ്മൾ ദുനിയാവിൽ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്, കോടിക്കണക്കിന്. നിങ്ങൾ അവരെ കോടി നോക്കിയിട്ടാ കണ്ണഞ്ചിപ്പിക്കുന്നത്? അതിനേക്കാളും വലുത് അല്ലാഹു തങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്ത്? സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. എങ്ങനെ ഉസ്താദെ ആ കോടിപതികളെക്കാളും വലിയ ബഹുമാനം സൂറത്തുൽ ഫാത്തിഹയ്ക്കുള്ളത്? ഒന്നാമതായി ഫാത്തിഹ നല്ലോണം ഓതാൻ പഠിക്കണം. ഉസ്താദെ പ്രായമൊക്കെ എത്രയില്ല? പ്രായം പരിധി ഉണ്ടോ ഖുർആനോത്ത് പഠിക്കുന്നതിനുണ്ടോ? ഇല്ല. 5ാം ക്ലാസ് 10ാം ക്ലാസ് വരെ പഠിക്കാവൂ, പിന്നെ പഠിക്കാൻ പാടില്ല, അങ്ങനെ തിയറി ഉണ്ടോ? എത്ര കാലം കൊണ്ടാ ഒരു മുസ്ലിം പഠിക്കേണ്ടത്? അത്ര കാലം കൊണ്ട് പഠിക്കണം എന്നാ നിർബന്ധ. സൂറത്തുൽ ഫാത്തിഹ തെറ്റുകൂടാതെ ഓതാൻ പഠിക്കുന്നത് ഓരോ മുസ്ലിമായ ആണിനും പെണ്ണിനും ഫർള് ഐനാണ്, നിർബന്ധാണ്. മദ്രസയിൽ നിന്ന് പഠിച്ചില്ലേ? സ്പെഷ്യൽ ഉസ്താദുമാരെ വെച്ച് പഠിപ്പിക്കണം. SLC പഠിക്കൽ നിർബന്ധമല്ല, സുന്നത്താണ്. നിങ്ങൾ +2 പഠിക്കൽ നിർബന്ധമല്ല, സുന്നത്താണ്. ഡിഗ്രിന്റെ ഡിഗ്രി പഠിക്കൽ സുന്നത്താണ്. ഇത് നിർബന്ധമാണ്. ഫാത്തിഹ സൂറത്ത് പഠിക്കുന്നത് ഖുർആനിൽ ആകെ പഠിക്കൽ നിർബന്ധമുള്ള ഒരു സൂറത്തേ ഉള്ളൂ. ഏതാണത്?
സൂറത്തുൽ ഫാത്തിഹ. അത് തെറ്റുകൂടാതെ ഓതാൻ ആദ്യം പഠിക്കണം. നമ്മൾ എപ്പോഴും ഒരു ഫാത്തിഹ, അക്ബറിന്റെ അടുത്ത് ഒരു ഫാത്തിഹ ഉണ്ട്, മരിച്ചാലൊരു ഫാത്തിഹ ഉണ്ട്, ഖബറുമ്പുറത്തൊരു ഫാത്തിഹ ഉണ്ട്, മൗലൂദിലൊരു ഫാത്തിഹ ഉണ്ട്. ഒരു ഒയന്ന ഫാത്തിഹ. ഫാത്തിഹ ഒയന്നുകൊണ്ടല്ലേ, നമ്മൾ ഒയന്നുകൊണ്ടാണ്. ഫാത്തിഹ ഉഷാർ തന്നെയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഓതുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരത്തിലും അങ്ങനെ തന്നെ. എന്താ ഈ ഉസ്താദ് വേഗം ഓതി തീർത്താൽ നമ്മളൊക്കെ എന്ന് കഴിഞ്ഞു ഫാത്തിഹ കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞു, ഇപ്പോഴും മുപ്പരെ ഫാത്തിഹ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ കഴിയാതിരിക്കുക? അങ്ങനത്തെ ആക്കെ ഫാത്തിഹ ഒരു ദിവസം 100 അല്ല 150 ഓതാ, ഒരു ഫലം ഉണ്ടാവില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് മുസ്തഖീം സിറാത്തൽ ലദീന വൽ മഗ്ദൂബിൽ ളാലീൻ. ഇതാണ് ഫാത്തിഹ. ഇങ്ങനെ ഫാത്തിഹ ഓതണ്ടേ? ഇങ്ങനെയാണ് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതേണ്ടത്. ഓതാൻ ആദ്യം പഠിക്കണം. ഓതാൻ പഠിച്ചിട്ട് ഓതിയാൽ കിട്ടേണ്ടതൊക്കെ കിട്ടും, തരേണ്ടതൊക്കെ അല്ലാഹു തആല തരും.